പ്ലസ് വണ്ണിൽ പോയിരുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം ഒരാളെ പോലും പരിചയമില്ല. അവൻ എന്നോട് പേരെന്താന്ന് ചോദിച്ചു. തൊട്ടു പിന്നാലെ അവൻ ചോദിച്ചു രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയാമോ? 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്ന അന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ നാട്ടിലെ നാട്ടുകാർക്ക് എന്നെ ഇത്ര ഇഷ്ടമാണ് എനിക്ക് അന്ന മക്കളെ മനസ്സിലായത്. എൻ്റെ വീട്ടിൽ ഒരു നല്ല കാര്യത്തിന് പോലും ഓടിയെത്താത്ത പല നാട്ടുകാരും വന്നത് അന്നായിരുന്നു. തങ്കപ്പൻ, പൊന്നമ്മ, ചച്ചി, രഞ്ജു, മഞ്ജു, ജിഞ്ചു എല്ലാവരും ഓടിയെത്തിയത് എൻ്റെ 10ാം ക്ലാസ് റിസൾട്ടിൻ്റെ അന്നാ. എൻ്റെ വീട്ടുകാരൊക്കെ കൂടുതൽ എന്ന നാട്ടുകാരായിരുന്നു മക്കൾ അവിടെ ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു അന്ന് റിസൾട്ട് നോക്കിയത്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ റിസൾട്ട് ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണം മക്കളെ. എൻ്റെ പഞ്ചാര മുഞ്ചാറുകളെ, മുഞ്ചന്മാരെ, മുഞ്ചത്തുകളെ, തക്കുടുകളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അഖിൽ സാർ, അല്ല ഡോക്ടർ അഖിൽ സാർ. 10ാം ക്ലാസ് കഴിഞ്ഞു, നല്ല മാർക്ക് കിട്ടിക്കാണും, കിട്ടാത്തവരും ഉണ്ടാവും, എന്തോ ആയിക്കോട്ടെ. പ്ലസ് വണ്ണിന് സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ മാറി സയൻസ് എടുക്കാം, അല്ലെ കൊമേഴ്സ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാൻ തീരുമാനിച്ചു കാണുമല്ലോ. ഓക്കെ, ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിനെ പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ ആപത്തിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചെറിയൊരു വീഡിയോ നമുക്ക് വേഗം സംസാരിച്ച് നിർത്താം. മക്കളെ, ഞാൻ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങി. ഞാൻ നേരെ ചെന്നു പൂക്കുട്ടുംപാടം എന്ന് പറഞ്ഞ നിലമ്പൂർ പൂക്കുട്ടുംപാടം. ഞാനും ഹനാൻഷിയും ഒരുമിച്ച് പഠിച്ചാട്ടോ, സിമ്പിൾ. ഓക്കെ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. പോട്ടെ, ഞാൻ നേരെ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് ചെന്നു, ഫ്രണ്ട് ബെഞ്ചിലിരുന്നു. പഠിപ്പിയാണല്ലോ, ഫ്രണ്ട് ബെഞ്ചിലിരുന്ന സമയത്ത് എൻ്റെ തൊട്ടു പിന്നാലെ ഒരു ചങ്ങായി ഉണ്ട്. ചങ്ങായി എന്നെ തട്ടിയടി ചോദിച്ചു പേരെന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു അഖിലാണെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ അവൻ ചോദിച്ചു രണ്ടാമത്തെ ചോദ്യമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? പ്ലസ് വണ്ണിൽ പോയിരുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം ഒരാളെ പോലും പരിചയമില്ല. അവൻ എന്നോട് പേരെന്താന്ന് ചോദിച്ചു. തൊട്ടു പിന്നാലെ അവൻ ചോദിച്ചു രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയാമോ? നിനക്ക് എത്ര എ പ്ലസ് ഉണ്ടെന്ന് എന്നോട് ചോദിച്ചത്. എനിക്ക് പിന്നെ ഫുൾ എ പ്ലസ് ആയതുകൊണ്ട് ഞാൻ കോൺഫിഡൻസോടെ പറഞ്ഞു മക്കളെ ഫുൾ എ പ്ലസ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതേ ചോദ്യം 2, 3, 4 എ പ്ലസ് ഒക്കെ വാങ്ങിച്ച കുട്ടികളോട് ചോദിച്ചാൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും മക്കളെ? ഇതേപോലെ ആയിരിക്കും നിങ്ങളും ചിലപ്പോൾ എന്താ പ്ലസ് വണ്ണിൽ പോയിട്ട് അഡ്മിഷൻ എടുത്ത് സ്കൂളിൽ ചോദിച്ച് കുട്ടികളോട് ആദ്യത്തെ പേര് ചോദിക്കും. രണ്ടാമത് ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങളും ചോദിക്കുന്ന എന്തായിരിക്കും, നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ടെന്നായിരിക്കും ചോദിക്കുക. മക്കളെ ചോദിക്കല്ലേ, പറ്റ ബോറ് പരിപാടിയാ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിൽ മാർക്ക് കുറയ്ക്കുന്ന വലിയൊരു സാധനത്തെക്കുറിച്ച്. ഓവർ കോൺഫിഡൻസ് ആകാം. പ്ലസ് വൺ പ്ലസ് ടു 10ൽ ഫുൾ എ പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് കിട്ടിയ കോൺഫിഡൻസോടെ പഠിക്കുന്നല്ലതാ. ഓവർ കോൺഫിഡൻസ് പാടില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ട്, ഫുൾ എ പ്ലസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെ 9, 8 ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും അതേ എ പ്ലസ് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഉണ്ട് സാറേ, അപ്പൊ എനിക്ക് പ്ലസ് വൺ പ്ലസ് ടു നല്ല മാർക്ക് കിട്ടും സാറേ, കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പഠിച്ചാലേ കിട്ടുള്ളൂ. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എ പ്ലസ് ഇല്ലാന്നിരിക്കട്ടെ, എ പ്ലസ് കുറവാന്നിരിക്കട്ടെ, അപ്പൊ എന്താ സാറേ പ്ലസ് ടുവിലും കുറവായിരിക്കുമോ? അങ്ങനെ ഒരു നിർബന്ധവും പറയാൻ പറ്റില്ല. 10ൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ടാകുമോ? ഗ്യാരണ്ടി ഇല്ല. 10ൽ മാർക്ക് കുറവാ സാറേ, അപ്പൊ പ്ലസ് വൺ പ്ലസ് ടുവിൽ മാർക്ക് കുറയുമോ സാറേ? ഒരു ഗ്യാരണ്ടി ഇല്ല. പഠിക്കുന്നവന് കിട്ടും. പ്ലസ് വൺ പ്ലസ് ടു വേറൊന്ന് തന്നെ മക്കളെ. പ്ലസ് വൺ പ്ലസ് ടു 10 പോലെയല്ല, വേറെ ടഫാണ്. ഞാൻ കുറച്ചുകൂടെ പഠിക്കണം എന്ന് കരുതി പഠിക്കുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടും. അല്ലാതെ പ്ലസ് വൺ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചു, ആ കോൺഫിഡൻസോടെ അതേ രീതിയിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാൻ നിന്നുണ്ടല്ലോ, ഒരു എ പ്ലസും കിട്ടാൻ പോണില്ല. ഓക്കെ, പ്ലസ് വൺ പ്ലസ് ടു നല്ല മാർക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങൾ നല്ലപോലെ മെനക്കെടണം. ഞാൻ ബയോളജി വെച്ച് പറയാം. 10ാം ക്ലാസ്സിൽ ബയോളജിയിൽ 9 ചാപ്റ്ററേ ഉള്ളൂ. എന്നാൽ പ്ലസ് വൺ ബയോളജിയിൽ 19 ചാപ്റ്റർ ഉണ്ട്. ഏകദേശം 2 മടങ്ങ് ചാപ്റ്റർ എണ്ണം കൂടുതലാ. ചാപ്റ്ററിന്റെ എണ്ണം 2 മടങ്ങാകുമ്പോഴോ 10ാം ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതിന്റെ 2 ഇരട്ടി നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കണം. ചാപ്റ്ററിന്റെ എണ്ണം 2 ഇരട്ടി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇടുന്ന കഷ്ടപ്പാടിന്റെ എമൗണ്ടും കഷ്ടപ്പാടും 2 ഇരട്ടി ഇടണം. പ്ലസ് വൺ പ്ലസ് ടു പോലെ അല്ല, മനസ്സിലാക്കുക. 10ാം ക്ലാസ് പോലെ സിമ്പിളായി ലാസ്റ്റ് പഠിച്ച് പ്ലസ് വൺ പ്ലസ് ടുവിൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. 10ാം ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എപ്പോഴും വരും. കാണാതെ പഠിച്ചാൽ മാർക്ക് കിട്ടുമായിരിക്കും. പ്ലസ് വൺ പ്ലസ് ടുവിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പം വരുന്നത് കുറവാണ്. ഇപ്പൊ പുതിയ ക്വസ്റ്റ്യനെ വരിക. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ സ്റ്റാൻഡേർഡ് ആക്കിയ മക്കളെ വരുന്നത്. ബയോളജി ആണെങ്കിൽ ഞാൻ ബയോളജി എടുക്കുന്നതുകൊണ്ട് ബയോളജിയെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, മനസ്സിലാക്കുക. ഞാൻ 10ാം ക്ലാസ് പഠിച്ച പോലെ അല്ല പ്ലസ് വൺ പ്ലസ് ടു. ഓവർ കോൺഫിഡൻസ് ഫുൾ എ പ്ലസിന്റെ വെച്ചുകൊണ്ടിരിക്കാൻ കാര്യമില്ല. ആ പ്ലസ് വൺ പ്ലസ് ടുവിൽ മനസ്സിലാക്കി വൃത്തിക്ക് പഠിക്കുന്നവനെ നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. വേറൊരു കാര്യം ഇവിടെ പറയട്ടോ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒപ്പം പഠിച്ചൊരു ചങ്ങാതി ഉണ്ടടാ, എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു, മനുരാജ് എന്നാ പേര്. അവന് പ്ലസ് ടുവിൽ 10ാം ക്ലാസ്സിൽ 7 എ പ്ലസ് ഉള്ളൂ മക്കളെ. 7 എ പ്ലസ് ഉള്ള മനുരാജ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്താ അറിയാമോ, അവന് ഫുൾ എ പ്ലസ് ആയിരുന്നു.
10ാം ക്ലാസ്സിൽ 7+ വാങ്ങിച്ചവൻ +2 ഫുൾ A+ വാങ്ങിച്ച ചരിത്രമുണ്ട് മക്കളെ. നിങ്ങൾക്ക് 5ഉം 4ഉം 3ഉം ഒക്കെ ആയിക്കോട്ടെ 10ാം ക്ലാസ്സിൽ +2 ഫുൾ A+ വാങ്ങിച്ച ചരിത്രമുണ്ട്. അതേപോലെ എനിക്കറിയാം 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് +2 ഒരു A+ പോലും ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് എനിക്കറിയാം. 10ാം ക്ലാസ് പഠിക്കുന്ന പോലെ ഞാൻ കരുതിയിരുന്നു +2. അതുകൊണ്ടാണ് അവർക്ക് മാർക്ക് കിട്ടാഞ്ഞത്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് +2 ഒരു A+ വാങ്ങിക്കാത്തവരുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഇല്ലാഞ്ഞിട്ടും +2 A+ വാങ്ങിച്ചവരുടെ ചരിത്രവുമുണ്ട് മക്കളെ. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ മാർഗം വെച്ചുകൊണ്ട് 10ാം ക്ലാസ്സിലെ A+ വെച്ചുകൊണ്ട് +1 ഓവർ കോൺഫിഡൻസ് കാണിക്കാൻ നിൽക്കേണ്ട മക്കളെ. +1 വേറൊരു മേഖലയാണ്. +1 വേറൊരു രീതിയിൽ പഠിക്കേണ്ട സ്ട്രീമാണ്. +1 എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് പറയണം തോന്നി. ഓവർ കോൺഫിഡൻസോടെ ഇരിക്കല്ലേ. 10ാം ക്ലാസ് നിങ്ങൾക്ക് എത്രയോ മാർക്ക് ആയിക്കോട്ടെ ഫുൾ A+ ഉണ്ട്. +1 കയറി കഴിയുമ്പോൾ പഠിക്കാൻ മാർക്ക് കുറവായിരിക്കും. ആദ്യത്തെ എക്സാം ഒന്നും എഴുതില്ല, അപ്പോഴും ഫുൾ A+ കോൺഫിഡൻസ് ആയിരിക്കും. പരീക്ഷന് 2 മാസം മുമ്പോഴും ഒന്നും പഠിക്കില്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പരീക്ഷന് 1 മാസം മുമ്പ് ഒന്നും പഠിക്കില്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഫുൾ A+ കോൺഫിഡൻസ് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ +1 ഒരു മാർക്ക് കിട്ടാൻ പോണില്ല. +1 നല്ലപോലെ മാർക്ക് കിട്ടിയാലേ പല കോഴ്സിന് അഡ്മിഷൻ കിട്ടുള്ളൂ. നേഴ്സിങ്, എഞ്ചിനീയറിങ്. +1 നല്ലപോലെ പഠിച്ചാലാണ് നല്ല ഹയർ സ്റ്റഡീസ് എളുപ്പമാകുള്ളൂ. അപ്പൊ മക്കളെ ഞാൻ പറയാണ്, 10ാം ക്ലാസ് പോലല്ല, അതിന്റെ 2ഉം 3ഉം ഇരട്ടി കഷ്ടപ്പാട് വേണം. 2ഉം 3ഉം ഇരട്ടി കഷ്ടപ്പാടുണ്ടെങ്കിലേ +1 ഫുൾ A+ ഫുൾ മാർക്കും ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആ ബോധ്യം മനസ്സിൽ വേണം. ഈ ഒരു ചെറിയ ഉപദേശം തരാനാണ് മക്കളെ കുറെ നാൾക്ക് ശേഷം അഖിൽ സാർ ഇവിടെ എത്തിയത്. 10ാം ക്ലാസ് മാർക്ക് കുറഞ്ഞു പോയവരൊന്നും വിഷമിക്കേണ്ട, +1 കയറി വാ. എപ്പോഴും ഈ 7ഉം 8ഉം A+ ഒക്കെ 10 വാങ്ങിച്ചവർക്ക്, അവർക്ക് ഈ ഫുൾ A+കാരുണ്ടല്ലോ, 10ൽ ഫുൾ A+ വാങ്ങിക്കുന്നവർക്ക് കുറെ ട്രോഫിയും സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന കാണും. 7ഉം 8ഉം ഒക്കെ വാങ്ങിച്ചവര്. അപ്പൊ അവരുടെ മനസ്സിലൊരു വാശി കാണും, ഇനി അടുത്തത് +2 ആണ്, അവിടെ ഞാൻ ഫുൾ A+ വാങ്ങിക്കണമെന്ന്. അങ്ങനെയാണ് മനുരാജ് വാങ്ങിച്ചത്. മനുരാജിന് 10ൽ 7 A+ ഉള്ളൂ. ഒരു സ്റ്റാറ്റസിലോ ഒരു ഫ്ലെക്സിലോ ഒരു ട്രോഫി അവന് കിട്ടിയിട്ടില്ല. എനിക്ക് +2 ഫുൾ A+ വേണം, ആ പഠിച്ച അതേ സ്കൂളിൽ നിന്ന് എനിക്ക് ട്രോഫി വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന് കരുതിയോണ്ടാ +2 ഫുൾ A+ വാങ്ങിച്ചത്. 10A+കാർക്ക് കോൺഫിഡൻസ് ആണ്, ഓവർ കോൺഫിഡൻസ് ആണ് ഉള്ളതെങ്കിൽ 7ഉം 8ഉം 6ഉം 5ഉം 4ഉം ഒക്കെ വാങ്ങിച്ച കുട്ടികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഫയർ ആണ് വേണ്ടത്. എത്ര A+ വാങ്ങിച്ചോട്ടെ, 10, 9, 7, 8 എത്ര A+ വാങ്ങിച്ച കുട്ടികളായിക്കോട്ടെ, ഉള്ളിൻ്റെ ഉള്ളില് മനസ്സിലാക്കുക 10ാം ക്ലാസ് പോലെ അല്ല +1 10ാം ക്ലാസ്സിലെ എൻ്റെ ഒരു A+, +1 കാര്യമില്ല, മാറ്റിവെക്കുക. +1 പുതുതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 7 A+, 6, 5, 4 എന്തോ ആയിക്കോട്ടെ, പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങുക. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയവർ +2 നിലനിർത്താൻ നോക്കുക. 10ാം ക്ലാസ്സിൽ A+ കിട്ടാതെ പോയവർ +2 നേടിയെടുക്കാൻ നോക്കുക. അതല്ലേടാ മാസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം തോന്നി. +1 കയറിയപ്പോൾ ഞാനും കാണിച്ച മണ്ടത്തരമാണിത്. ഞാനും ഓവർ കോൺഫിഡൻസോടെ ഇരുന്ന ഒരാളാ. ഓക്കെ, അപ്പം +1 അഡ്മിഷൻ എടുത്ത് പോയി ഫസ്റ്റ് ക്ലാസ്സിൽ ആരോടും A+ എണ്ണം ചോദിക്കാതിരിക്കുക. വീടെവിടാ, നാടെവിടാ, വീട്ടിൽ ആരുണ്ട്, കൂടെ ആരുണ്ട്, കൂടെ ആരുണ്ടെന്നല്ല, കൂട്ടിനാരുണ്ട്, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഓക്കെ, ബൈ.